കോസസ് ഓഫ് ലോസ്റ്റ് ഇയേഴ്സ് ഓഫ് ഹെൽത്തി ലൈഫ്. ആരോഗ്യകരമായ ജീവിത സാഹചര്യം നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ. സ്ട്രാറ്റജീസ് ഫോർ പ്രിവെൻഷൻ ആൻഡ് പോസിബിൾ ഇൻ്റർവെൻഷൻസ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ട് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ. ഈ രണ്ട് വിഷയത്തെ ആസ്പദമാക്കിയാണ് ഈ ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യം നമുക്ക് കോസസ് ഓഫ് ലോസ്റ്റ് ഇയേഴ്സ് ഓഫ് ഹെൽത്തി ലൈഫ്, ആരോഗ്യകരമായ ജീവിതം നഷ്ടപ്പെടാനുള്ള സാഹചര്യം എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. എന്താണ് ക്വാളിറ്റി ഓഫ് ലൈഫ്? It is the degree to which an individual is healthy, comfortable, and able to participate in or enjoy life events. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകരമായി ഇരിക്കുക, സുരക്ഷിതമായി ഇരിക്കുക, അല്ലെങ്കിൽ ജീവൻ പ്രവർത്തനങ്ങളെ സന്തോഷത്തോടു കൂടി ചെയ്യുവാനും നേരിടുവാനും കഴിയുന്ന അവസ്ഥയാണ് ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. A person perceive themselves able to function physically, emotionally and socially. അതുപോലെ ഒരു വ്യക്തി ആരോഗ്യപരമായും അല്ലെങ്കിൽ ഫിസിക്കലായിട്ടും ഇമോഷണലി, അതായത് ആത്മവിശ്വാസത്തോടു കൂടിയും അല്ലെങ്കിൽ സോഷ്യലി സാമൂഹ്യപരമായും വികാരപരമായും ശാരീരികപരമായും കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന, സുരക്ഷിതമായിരിക്കുന്ന അവസ്ഥയാണ് ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വേരിയസ് മെഷേഴ്സ് ഫോർ ക്വാളിറ്റി ഓഫ് ലൈഫ്. നമുക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് അളക്കുവാനുള്ള പല അളവുകോലുകളുണ്ട് അല്ലെങ്കിൽ മെഷേഴ്സ് ഉണ്ട്. ആദ്യത്തേത് QALYS, ക്വാളിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയേഴ്സ്. ഫിസിക്കലായിട്ടും ഇമോഷണലായിട്ടും സോഷ്യലായിട്ടും കംഫർട്ടബിൾ ആയിരിക്കുന്ന ഒരു വ്യക്തി അതേ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ദീർഘകാലം ഇരിക്കാൻ കഴിയുകയും അങ്ങനെ അതേ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്നതിനെയാണ് ക്വാളിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയേഴ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടാമത്തത് HALYS, ഹെൽത്ത് അഡ്ജസ്റ്റഡ് ലൈഫ് ഇയേഴ്സ്. ക്വാളിറ്റി ഓഫ് ലൈഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് ആരോഗ്യം എന്ന് പറയുന്നത്. ആരോഗ്യത്തോടു കൂടി ഇരുന്നാൽ മാത്രമേ മറ്റ് ഇമോഷണലായിട്ടും സോഷ്യലായിട്ടും വികാരപരമായും സാമൂഹ്യപരമായും നല്ലൊരു ജീവിതം ജീവിച്ചു കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആരോഗ്യത്തോടു കൂടി ഇരുന്നു കൊണ്ട് ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് HALYS അല്ലെങ്കിൽ ഹെൽത്ത് അഡ്ജസ്റ്റഡ് ലൈഫ് ഇയേഴ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് DALYS, ഡിസബിലിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയേഴ്സ്. അതായത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ഏതെങ്കിലും ഡിസബിലിറ്റി, കൈകൾക്കോ കാലുകൾക്കോ അല്ലെങ്കിൽ ശരീര അവയവങ്ങൾക്കോ, അതും അല്ലെങ്കിൽ മാനസികമായ ഡിസോർഡർ ഉള്ള ഒരു വ്യക്തി അത്തരം ഡിസബിലിറ്റിയെ ഓവർകം ചെയ്തുകൊണ്ട് ഹെൽത്തി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നതിനെയാണ് ഡിസബിലിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയേഴ്സ് എന്ന് പറയുന്നത്. നാലാമത്തത് YHLS, ഇയേഴ്സ് ഓഫ് ഹെൽത്തി ലൈഫ്. ഇങ്ങനെ ക്വാളിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയേഴ്സ്, ഹെൽത്ത് അഡ്ജസ്റ്റഡ് ലൈഫ് ഇയേഴ്സ്, ഡിസബിലിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയേഴ്സ് തുടങ്ങിയവയിലൂടെ ശരിയായ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് ജീവിതാവസാനം വരെ ഒരു വ്യക്തി ജനിച്ച് മരിക്കുന്ന കാലയളവ് വരെ ഫിസിക്കലായിട്ടും ഇമോഷണലായിട്ടും സോഷ്യലായിട്ടും കംഫർട്ടബിൾ ആയിരിക്കുന്ന അല്ലെങ്കിൽ സുരക്ഷിതമായിരിക്കുന്ന ജീവിത രീതിയാണ് കോസസ് ഓഫ് ലോസ്റ്റ് ഇയേഴ്സ് ഓഫ് ഹെൽത്തി ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ജീവിച്ചിരിക്കുന്ന കാലയളവിൽ അയാൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ
പ്രത്യേകിച്ചും ശാരീരികമായിട്ടുള്ള രോഗ അവസ്ഥയുള്ള പ്രശ്നങ്ങൾ, സാമൂഹ്യപരമായി ഇടപെടുമ്പോഴുള്ള പ്രശ്നങ്ങൾ, ഇമോഷണൽ വികാരപരമായി നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ ആരോഗ്യപരമായി കൈകാര്യം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലോസ്റ്റ് ഇയേഴ്സ് ഓഫ് ലൈഫ് എന്നുള്ളത് വളരെ പരിമിതമാണെന്ന് കാണാൻ കഴിയും. അതായത് ജീവിതം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടുന്നില്ല എന്ന് അർത്ഥം. അടുത്തത് പ്രൊട്ടക്റ്റിംഗ് ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? All persons have the right to the best available mental health care, which shall be part of the health and social care system. ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശം ഉള്ളതുപോലെ എല്ലാ മനുഷ്യനും ആരോഗ്യപരമായിട്ടുള്ള ജീവിതം നയിച്ചു കൊണ്ടുപോകാനുള്ള അവകാശമുണ്ട്. ഈ അവകാശമാണ് ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത്. All persons with a mental illness or who are being treated as such persons shall be treated with the humanity and respect for the inherent dignity of human person. അതുപോലെ ഏതെങ്കിലും മാനസികപരമായി പ്രശ്നമുള്ള ഒരു വ്യക്തിയെ ആ വ്യക്തിയെ ഒരു വ്യക്തിയായി കണ്ടുകൊണ്ട് ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ പരിഹരിച്ച് അയാളുടെ വ്യക്തിത്വത്തെ ബഹുമാനിച്ചുകൊണ്ട് വേണം ഇത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ. അപ്പോൾ പ്രൊട്ടക്റ്റിംഗ് ഹ്യൂമൻ റൈറ്റ്സ് എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് ഭൂമിയിൽ എല്ലാ വസ്തുക്കളും അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശത്തെ പോലെ മനുഷ്യനും ആരോഗ്യത്തോടെ അല്ലെങ്കിൽ ആരോഗ്യകരമായ ഒരു ജീവിത രീതി പിന്തുടർന്നു കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ റിസോഴ്സും തുല്യമായി അല്ലെങ്കിൽ എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിൽ പങ്കുവെക്കപ്പെടേണ്ടതായിട്ടുമുണ്ട്. അതുപോലെ മറ്റൊരു പ്രശ്നം, മാനസികമായ വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തികളെ അല്ലെങ്കിൽ കുട്ടികളെ പരിഗണിക്കുമ്പോൾ ഓരോ വ്യക്തിയെയും വ്യക്തിത്വത്തെ പരിഗണിച്ചുകൊണ്ട് അവിടെ മറ്റ് പരിഗണനകൾക്ക് അപ്പുറത്തേക്ക്, അതായത് അവിടെ സാമൂഹിക സാമ്പത്തിക അവസ്ഥകൾ പരിഗണിക്കാതെ ഓരോ വ്യക്തിയെയും അയാളുടെ വ്യക്തിത്വത്തെ ബഹുമാനിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് വേണം ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടുന്നത്. മെന്റൽ ഹെൽത്ത് പ്രൊമോഷൻ. ഇനി മാനസികാരോഗ്യം എങ്ങനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം? മെന്റൽ ഹെൽത്ത് പ്രൊമോഷൻ ഇൻവോൾവ്സ് ആക്ഷൻസ് ദാറ്റ് ഇംപ്രൂവ് ഫിസിക്കൽ വെൽബീയിങ്. മെന്റൽ ഹെൽത്ത് പ്രൊമോഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഫിസിക്കലായിട്ടുള്ള വെൽബീയിങ്, ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്ന അവസ്ഥ സൃഷ്ടിക്കുക അല്ലെങ്കിൽ അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ദിസ് മേ ഇൻവോൾവ് ക്രിയേറ്റിംഗ് ആൻ എൻവയോൺമെന്റ് ദാറ്റ് സപ്പോർട്ട് മെന്റൽ ഹെൽത്ത്. ഇതിൽ പ്രധാനമായിട്ടും നല്ല മാനസിക ആരോഗ്യത്തോടു കൂടിയിരിക്കുന്ന സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ എല്ലായിടത്തും സൃഷ്ടിക്കപ്പെടുക എന്നുള്ളതാണ്. ആൻ എൻവയോൺമെന്റ് ദാറ്റ് പ്രൊട്ടക്ട്സ് ബേസിക് സിവിൽ, പൊളിറ്റിക്കൽ, സോഷ്യോ എക്കണോമിക് ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് ഈസ് ഫണ്ടമെന്റൽ ടു മെന്റൽ ഹെൽത്ത്. പ്രധാനമായിട്ടും മാനസിക ആരോഗ്യം നിലനിർത്തിക്കൊണ്ടു പോകാൻ സിവിലായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ളതും പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായിട്ടുള്ളതും സോഷ്യോ എക്കണോമിക് സാമൂഹ്യ സാമ്പത്തികമായിട്ടുള്ളതും കൾച്ചറൽ അതായത് നമ്മുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഘടകങ്ങളെയും നിലനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അത്തരം ഘടകങ്ങൾ ഒരേപോലെ എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിൽ ഉള്ള ചുറ്റുപാടുകൾ, എൻവയോൺമെന്റുകൾ ഒരുക്കിയെങ്കിൽ മാത്രമേ സമൂഹത്തിൽ മാനസിക ആരോഗ്യം വ്യക്തികളിൽ നിലനിർത്താൻ കഴിയുകയുള്ളൂ. മെന്റൽ ഡിസോർഡർ പ്രിവെൻഷൻ. ഇനി നമുക്ക് പ്രത്യേകിച്ചും കുട്ടികളിൽ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള വെല്ലുവിളികൾ എങ്ങനെ
തടയാം, അല്ലെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ എങ്ങനെ കണ്ടെത്താം? ഇറ്റ് ഈസ് ദ സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ഫോർ ദ പ്രിവെൻഷൻ ഓഫ് മെന്റൽ ഡിസോർഡർ ഇൻ എ കമ്മ്യൂണിറ്റി ഫോർ ദെയർ ബെറ്റർമെന്റ്. ഒരു സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട് മുൻകൂട്ടി അല്ലെങ്കിൽ ഉന്നതിക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതികളെയാണ് മെന്റൽ ഡിസോർഡർ പ്രിവെൻഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രധാനമായിട്ടും അതിനെ പല ഘടകങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തത് യൂണിവേഴ്സൽ പ്രിവെൻഷൻ, ഇന്റർവെൻഷൻസ് ദാറ്റ് ആർ ടാർഗറ്റഡ് അറ്റ് ദ ജനറൽ പബ്ലിക് ഓഫ് ഓൾ പോപ്പുലേഷൻ. പൊതുവായ സമൂഹത്തിന് വേണ്ടി, സമൂഹത്തിന്റെ മാനസിക ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതികളെ ആണ് യൂണിവേഴ്സൽ പ്രിവെൻഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് പൊതുജനത്തിന്റെ മാനസിക ആരോഗ്യം നന്നാക്കി കൊണ്ടുപോകാൻ അല്ലെങ്കിൽ മാനസികാരോഗ്യത്തിന്റെ ഉന്നതിക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതികളെയാണ് യൂണിവേഴ്സൽ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് സെലക്റ്റീവ് പ്രിവെൻഷൻ, ടാർഗറ്റ് ഇൻഡിവിജ്വൽസ് ഓർ സബ് ഗ്രൂപ്പ്സ് ഓഫ് ദ പോപ്പുലേഷൻ ടു പ്രിവെന്റ് ദ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് മെന്റൽ ഡിസോർഡർ. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം ആൾക്കാർക്ക് അല്ലെങ്കിൽ കുറച്ചു പേർക്ക് മാനസിക നില തെറ്റാതെ അല്ലെങ്കിൽ അവരുടെ മാനസിക ആരോഗ്യം നന്നാക്കി കൊണ്ടുവരുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനെയാണ് സെലക്റ്റീവ് പ്രിവെൻഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഇൻഡിക്കേറ്റഡ് പ്രിവെൻഷൻ, ടാർഗറ്റ് ഹൈ റിസ്ക് പീപ്പിൾ. അതായത് പെട്ടെന്ന് മാനസിക നില തെറ്റാൻ സാധ്യതയുള്ള, അത്തരത്തിൽ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ അത്തരങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആൾക്കാരെ കണ്ടെത്തി അവർക്ക് മാനസികാരോഗ്യം നന്നാക്കിക്കൊണ്ടുവരാൻ അല്ലെങ്കിൽ ബെറ്റർ ആക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളെയാണ് ഇൻഡിക്കേറ്റഡ് പ്രിവെൻഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഇത്തരത്തിലുള്ള പ്രിവെൻഷൻ അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ഫോർ പ്രിവെൻഷൻ ആൻഡ് പോസിബിൾ ഇന്റർവെൻഷൻസ്, ഇത്തരം മാനസിക ആരോഗ്യം പ്രത്യേകിച്ച് കുട്ടികളിൽ നന്നാക്കി കൊണ്ടുവരാൻ അല്ലെങ്കിൽ മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടിയെടുക്കുന്ന സ്ട്രാറ്റജീസ്, അതായത് പ്ലാനുകൾ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഇംപ്രൂവിംഗ് ന്യൂട്രീഷൻ. ഇംപ്രൂവിംഗ് ദ ന്യൂട്രീഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോ എക്കണോമിക്കലി ബാക്ക്വേർഡ് ചിൽഡ്രൻ ക്യാൻ ലീഡ് ടു ഹെൽത്തി കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ഇംപ്രൂവ്ഡ് എഡ്യൂക്കേഷണൽ ഔട്ട്കംസ് ആൻഡ് റെഡ്യൂസ്ഡ് റിസ്ക് ഫോർ മെന്റൽ ഹെൽത്ത്. അതായത് കുട്ടികൾ ആയിരിക്കുമ്പോൾ തന്നെ നല്ല ആഹാരം ലഭിക്കുക എന്നുള്ളത് കുട്ടികളുടെ മാനസികവും ബൗദ്ധികപരമായിട്ടുള്ള വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളിലും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളിലും പോഷക ആഹാരത്തിൻ്റെ ലഭ്യത ഉറപ്പാക്കിക്കൊണ്ട് ഒരു സമൂഹത്തെ, വളർന്നു വരുന്ന സമൂഹത്തെ മാനസിക ആരോഗ്യമുള്ള സമൂഹമായിട്ട് വളർത്തുക എന്നുള്ളതാണ് ഇംപ്രൂവിംഗ് ന്യൂട്രീഷൻ എന്ന സ്ട്രാറ്റജി കൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടാമത്തത് ഇംപ്രൂവിംഗ് ഹൗസിംഗ്. Poor housing has been used as an indicator of poverty, so the housing improvement suggests a promising impact on physical and mental outcome. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിക്കുന്ന ചുറ്റുപാട്, അവൻ അല്ലെങ്കിൽ അവൾ ജീവിക്കുന്ന ചുറ്റുപാട്, പ്രധാനമായിട്ടും വീട് പോലെയുള്ള ചുറ്റുപാടുകൾ, സാഹചര്യങ്ങൾ ഒരു കുട്ടിയുടെ മാനസിക അവസ്ഥ അല്ലെങ്കിൽ മാനസിക വളർച്ചയെ ബാധിക്കുന്ന, സഹായിക്കുന്ന ഘടകമാണ്. നല്ല ജീവിത സാഹചര്യങ്ങൾ മാനസിക നില നന്നായി കൊണ്ടുപോകുന്നതിനും മാനസിക നില തെറ്റാതെ സൂക്ഷിക്കുന്നതിനും ആവശ്യം വേണ്ടുന്ന ഘടകമാണ്. അപ്പോൾ ഇത്തരം മേഖലകൾ കണ്ടെത്തി അല്ലെങ്കിൽ പുവർ ഹൗസിംഗ് ഉള്ള പ്രദേശങ്ങൾ കണ്ടെത്തി ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ഗവൺമെന്റ് തലത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനെയാണ് ഇംപ്രൂവിംഗ് ഹൗസിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. Then, improving access to education. Lack of education severely limits the ability of individuals to access economic rights. ശരിയായ വിദ്യാഭ്യാസമില്ലാത്ത അവസ്ഥ സാമ്പത്തികമായിട്ടുള്ള വളർച്ചയെ ബാധിക്കും. അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ശരിയായ വിദ്യാഭ്യാസമില്ലെങ്കിൽ അയാളുടെ സാമ്പത്തികമായ വളർച്ചയ്ക്ക് വിദ്യാഭ്യാസമില്ലാത്ത രീതി അല്ലെങ്കിൽ വിദ്യാഭ്യാസമില്ലായ്മ ബാധിക്കും. നല്ലൊരു ജോലി കണ്ടെത്താൻ അല്ലെങ്കിൽ വിവിധ പ്രവർത്തന മേഖലകളിൽ അല്ലെങ്കിൽ സ്കില്ലായിട്ടുള്ള ഏതെങ്കിലും ജോലി അല്ലെങ്കിൽ പ്രവൃത്തികൾ കണ്ടെത്തുന്നതിനും പഠിക്കുന്നതിനും അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ഒക്കെ വിദ്യാഭ്യാസത്തിലൂടെയാണ്.
അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ പോരായ്മ ഒരു സമൂഹത്തിൻ്റെ സാമ്പത്തികമായ വളർച്ചയെ ബാധിക്കും. ബെറ്റർ എഡ്യൂക്കേഷൻ ഗീവ് അവയർനെസ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ എമംഗ് ദെയർ ചിൽഡ്രൻ, increase female mental, emotional and intellectual competencies and job prospects, and might socially inequality and risk of certain mental disorders such as depression. പ്രത്യേകിച്ചും അമ്മമാരിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നടത്തുന്ന ബോധവൽക്കരണം അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നടത്തുന്ന ബോധവൽക്കരണം അവരുടെ കുഞ്ഞുങ്ങളെ കൂടുതൽ വിദ്യാഭ്യാസം നടത്തുന്ന അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനും ഇങ്ങനെ വിദ്യാഭ്യാസത്തിലൂടെ മാനസികവും പിന്നീട് ഇമോഷണൽ വികാരപരമായിട്ടും ഇൻ്റലക്ച്വൽ ബൗദ്ധികപരമായിട്ടുള്ള വികാസം ഉണ്ടാവുകയും അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഡിപ്രഷൻ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഒഴിവായി നിൽക്കുകയും സമൂഹത്തിൻ്റെ ബെറ്റർമെൻറ്റിന് ഇംപ്രൂവിങ് ആക്സസ് ടു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുന്നതിലൂടെ സാധിക്കുകയും ചെയ്യും. ദെൻ റെഡ്യൂസിങ് ദ ഹ്യൂമൻ ഹാം ഫ്രം അഡിക്റ്റീവ് സബ്സ്റ്റൻസസ്. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ വളർച്ചയെ മാനസികവും പിന്നീട് സാമ്പത്തികമായിട്ടുള്ള വളർച്ചയെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകമാണ് ഡ്രഗ്സ് അല്ലെങ്കിൽ അഡിക്റ്റീവ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ധാരാളം പണം നഷ്ടപ്പെടാനും ജോലി നഷ്ടപ്പെടാനും ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന പിന്നീട് ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഡ്രഗ്സിൻ്റെ അല്ലെങ്കിൽ അഡിക്റ്റീവ് സബ്സ്റ്റൻസിൻ്റെ ഉപയോഗം. അപ്പോൾ അവിടെ തടസ്സം ഉണ്ടാക്കുക അല്ലെങ്കിൽ അവിടെ ഇൻ്റർവെൻഷൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് റെഡ്യൂസിങ് ദ ഹാം ഫ്രം അഡിക്റ്റീവ് സബ്സ്റ്റൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എഫക്റ്റീവ് റെഗുലേറ്ററി ഇൻ്റർവെൻഷൻ സച്ച് ആസ് ടാക്സേഷൻ, റെസ്ട്രിക്ഷൻസ് ഓൺ അവൈലബിലിറ്റി ആൻഡ് ടോട്ടൽ ബാൻ on all forms of direct and indirect advertising of addictive substances such as drugs and alcohols can lead to substance abuse disorders. അതായത് ഒരു സമൂഹത്തിൽ ഡ്രഗ്സിൻ്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ മയക്കുമരുന്നുകളുടെ മദ്യത്തിൻ്റെ അവൈലബിലിറ്റി കുറച്ചുകൊണ്ട് അതിൻ്റെ എതിരെ പ്രചാരണം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നിരോധിച്ചുകൊണ്ട് ഒരു സമൂഹത്തിൻ്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന പ്രവർത്തനത്തിനെയാണ് റെഡ്യൂസിങ് ദ ഹാം ഫ്രം അഡിക്റ്റീവ് സബ്സ്റ്റൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ആൽക്കഹോളിൻ്റെ ബാൻ ഉണ്ടാക്കുക, മയക്കുമരുന്നുകൾ ഇപ്പം കഞ്ചാവ് എന്നുള്ളത് നിയമപരമായി ഒരു ഗ്രാമെങ്കിലും കൈവശം വെച്ചാൽ ജയിലിൽ കിടക്കുന്ന അല്ലെങ്കിൽ ജയിലിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന കുറ്റമാണ്. എന്നാൽ നേരെ അതിനിപ്പുറത്തേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മദ്യം വളരെ സുലഭമായി ലഭിക്കുകയും മദ്യം ദിവസവും വാങ്ങിക്കാനും ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു സമൂഹത്തിലെ വ്യക്തികൾക്ക് എപ്പോഴും കിട്ടത്തക്ക രീതിയിൽ ഗവൺമെൻറ് തന്നെ ധാരാളമായി കച്ചവടം ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ട്. അപ്പോൾ മദ്യത്തിൻ്റെ ഉപയോഗം ഒരു സമൂഹത്തെ നശിപ്പിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഉണ്ടെങ്കിൽ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ നിർലോഭം നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിയായ ഒരു സാമൂഹികവും മാനസികവും സാമ്പത്തികവുമായ വളർച്ച ഒരു സമൂഹത്തിൻ്റെ എന്നത് ഇത്തരം സബ്സ്റ്റൻസിൻ്റെ അബ്യൂസിന് അല്ലെങ്കിൽ ഇത്തരം പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിന് അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കുന്നത് മൂലം ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ശരിയായ മാനസിക വളർച്ചയെ ബാധിക്കുന്ന ഇത്തരം സബ്സ്റ്റൻസിൻ്റെ അബ്യൂസ് നിർത്തുവാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ദോഷ വശങ്ങളെക്കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ സൃഷ്ടിച്ചുകൊണ്ട് അതിനെതിരെ എന്ത് ചെയ്യുക, ഇൻ്റർവെൻഷൻ അതായത് തടസ്സമുണ്ടാക്കുക, സമൂഹത്തെ ബലപ്പെടുത്തുക എന്നുള്ളതാണ് റെഡ്യൂസിങ് ദ ഹാം ഫ്രം അഡിക്റ്റീവ് സബ്സ്റ്റൻസ് എന്നതുകൊണ്ട് അർത്ഥമാകുന്നത്. ദെൻ റെഡ്യൂസ് സ്മോക്കിംഗ് ആൻഡ് അതർ സബ്സ്റ്റൻസ് ഡ്യൂറിങ് പ്രഗ്നൻസി. കുഞ്ഞുങ്ങളുടെ വളർച്ചയെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നാണ് പ്രഗ്നൻസി പീരീഡിലുള്ള പുകവലിയും മദ്യപാനവും എന്നുള്ളത്. അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാതിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എത്തിക്കുക എന്നുള്ളതാണ് റെഡ്യൂസ് സ്മോക്കിംഗ് ആൻഡ് അതർ സബ്സ്റ്റൻസ് ഡ്യൂറിങ് പ്രഗ്നൻസി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആൽക്കഹോൾ, ടുബാക്കോ ആൻഡ് ഡ്രഗ്സ് അബ്യൂസ് കോസ് നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ ചിൽഡ്രൻ ഡ്യൂറിങ് പ്രഗ്നൻസി. Create awareness about
ഇൽ എഫക്ട്സ് ഓഫ് ദീസ് സബ്സ്റ്റൻസ് ക്യാൻ അവോയ്ഡ് പ്രഗ്നൻസി റിലേറ്റഡ് പ്രോബ്ലംസ്. അതുകൊണ്ട് അവയർനെസ് സൃഷ്ടിച്ചുകൊണ്ട് പ്രഗ്നൻസിയിൽ കുഞ്ഞുങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് ഉള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഇത്തരം അവയർനെസ്സുകൾ സാധിക്കും, അല്ലെങ്കിൽ ഇത്തരം ഇൻ്റർവെൻഷൻ മൂലം സാധിക്കും എന്ന് അർത്ഥം. ഇനി ഹോം ബേസ്ഡ് ഇൻ്റർവെൻഷൻസ്. വീട്ടിൽ വേണ്ടാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഹോം ബേസ്ഡ് ഇൻ്റർവെൻഷൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഹോം വിസിറ്റിംഗ് ഇൻ്റർവെൻഷൻസ് ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ് ഏർലി ഇൻഫൻസി, addressing factors such as a maternal smoking, poor social support, parental skills and early child-parent interactions has shown great health, social and economic outcome. ഇവിടെ സാധാരണ ഗ്രാമപ്രദേശങ്ങളിൽ ഉള്ള, പ്രത്യേകിച്ചും ചില സമൂഹത്തിൽ അല്ലെങ്കിൽ ചില സമുദായങ്ങളിൽ ചില വിഭാഗം ആൾക്കാരിൽ ഇപ്പോഴും പാരമ്പര്യമായി പിന്തുടരുന്ന അനാചാരങ്ങളും ശരിയായ രീതിയിലല്ലാത്ത പ്രവൃത്തികളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം പ്രദേശങ്ങളിലേക്ക് എത്തി മാതാപിതാക്കളിൽ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടുന്ന രീതികളെക്കുറിച്ചും അവരുടെ മാനസികവും ശാരീരികവുമായി വളർത്തേണ്ടുന്ന അല്ലെങ്കിൽ വളർച്ചയ്ക്ക് ആവശ്യമായി ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ അവയർനെസ് കൊടുത്തുകൊണ്ട് അതിനു വേണ്ടുന്ന സാമ്പത്തിക സഹായവും അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സഹായവും ഒക്കെ നൽകിക്കൊണ്ട് വീടുകളിൽ തന്നെ അവബോധം സൃഷ്ടിച്ചുകൊണ്ട് ഇൻ്റർവെൻഷൻസ്, അതായത് വേണ്ടാത്തത് ഒഴിവാക്കി ജീവിതം എങ്ങനെ നയിക്കണമെന്നുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനെയാണ് ഹോം ബേസ്ഡ് ഇൻ്റർവെൻഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ റെഡ്യൂസിങ് ചൈൽഡ് അബ്യൂസ് ആൻഡ് നെഗ്ലക്റ്റ്. ഹോം വിസിറ്റിംഗ് പ്രോഗ്രാം ഫോർ ഹൈ റിസ്ക് മദേഴ്സ് ടു പ്രിവെൻറ്റ് ചൈൽഡ് ഫിസിക്കൽ അബ്യൂസ് ആൻഡ് നെഗ്ലക്റ്റ് ആൻഡ് സെൽഫ് ഡിഫെൻസ് പ്രോഗ്രാംസ് ഫോർ സ്കൂൾ ഏജ്ഡ് ചിൽഡ്രൻ ടു പ്രിവെൻറ്റ് ചൈൽഡ് സെക്ഷൽ അബ്യൂസ്. കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ മാനസിക വെല്ലുവിളികളിൽ പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുട്ടികളുടെ ദുരുപയോഗം അല്ലെങ്കിൽ അവരെ ഒഴിവാക്കുന്ന രീതി. ന്യൂക്ലിയർ ഫാമിലി വന്നപ്പോഴേക്ക് രണ്ടുപേരും, മാതാപിതാക്കളിൽ സ്ത്രീയും പുരുഷനും ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിന്നും രാവിലെ പോയാൽ വൈകുന്നേരം മാത്രം തിരിച്ചു വരുന്ന സാഹചര്യമുള്ള അവസ്ഥയിലാണ്. അപ്പോൾ സ്കൂളുകളിൽ അല്ലെങ്കിൽ വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അനുഭവിക്കുന്ന മാനസിക വെല്ലുവിളികളുണ്ട്. ഒറ്റപ്പെടലിൻ്റെയും ഒഴിവാക്കലിൻ്റെയും ഒക്കെയുള്ള വെല്ലുവിളികൾ കണ്ടെത്തി, അതുപോലെ സെക്ഷൽ അബ്യൂസ്, കുഞ്ഞുങ്ങളെ സെക്ഷലായിട്ട് മോശപ്പെട്ട രീതിയിൽ ഉപയോഗിക്കുന്ന രീതി, ഇതൊക്കെ വളരെ വ്യാപകമായിട്ട് സമൂഹത്തിൽ പലയിടത്തും കണ്ടുവരുന്ന ഒരു രീതിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഇത് കുഞ്ഞുങ്ങളുടെ മാനസികമായ വളർച്ചയെ, അതുപോലെ തന്നെ ശാരീരികമായ വളർച്ചയെ, ബൗദ്ധികമായിട്ടുള്ള വളർച്ചയൊക്കെ സ്വാധീനിക്കുന്ന ഘടകമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളിൽ മാനസിക ശാരീരിക വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനെയാണ് റെഡ്യൂസിങ് ചൈൽഡ് അബ്യൂസ് ആൻഡ് നെഗ്ലക്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ ഡീലിംഗ് വിത്ത് ഫാമിലി ഡിസ്റപ്ഷൻ. കുടുംബങ്ങൾ തകരുന്നത് ഒഴിവാക്കുക. Adolescents with divorced parents exhibit higher levels of teen pregnancy. Early marriage, school dropout, criminal behavior, substance use, and externalizing and internalizing problems, reduced academic and social competence, and high risk of unhappy relationships, divorce, and premature mortality. ഡൈവോഴ്സ് ആയ പേരൻസിൻ്റെ ആണ് അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങൾക്കാണ് ടീനേജ് പ്രഗ്നൻസി, അതായത് 18 വയസ്സിന് താഴെ പ്രഗ്നൻ്റ് ആയ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് തന്നെ അത്തരം സാഹചര്യങ്ങൾ ഇടപെട്ട് പോവുകയും അല്ലെങ്കിൽ വീണു പോവുകയും പ്രഗ്നൻ്റ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പോൾ മുന്നോട്ട് ജീവിക്കാനുള്ള ധാരാളം 10, 30, 40, 50, 60 വയസ്സ് വരെ ജീവിക്കേണ്ടുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം 18 വയസ്സിന് താഴെ 18 വയസ്സിൽ പ്രഗ്നൻ്റ് ആവുകയും പിന്നീട് ജീവിതത്തെ പ്രാരാബ്ധവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ, വെല്ലുവിളികളെ നേരിടേണ്ട ഒരു ജീവിതമായിട്ട് മുന്നോട്ട് പോകേണ്ടുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഏർലി മാരേജ്, നേരത്തെ വിവാഹം കഴിക്കുക, സ്കൂൾ ഡ്രോപ്പ് ഔട്ട്, വിദ്യാഭ്യാസം പൂർണ്ണമാകാതെ ഡ്രോപ്പ് ഔട്ട് ആവുക, ക്രിമിനൽ ബിഹേവിയർ, മാനസികമായ ശരിയായ
വളർച്ചയില്ലാത്ത ഇത്തരം കുട്ടികളിലാണ് ക്രിമിനൽ ബിഹേവിയർ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. സബ്സ്റ്റൻസ് അബ്യൂസ്, അതായത് ഡ്രഗിൻ്റെ ഉപയോഗം, എക്സ്റ്റേണലൈസിങ് ആൻഡ് ഇൻറ്റേർണലൈസിങ് പ്രോബ്ലംസ്, ചെല്ലുന്നിടത്ത് പുറത്തും അകത്തും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, റെഡ്യൂസ് അക്കാഡമിക് ആൻഡ് സോഷ്യൽ കോമ്പീറ്റൻസ്, അക്കാഡമിക്കലി ബെറ്റർ അല്ലാതെ, അതായത് വിദ്യാഭ്യാസപരമായിട്ട് പുരോഗതി ഇല്ലാതെ ഇരിക്കുക, സോഷ്യൽ കോമ്പീറ്റൻസ്, സാമൂഹ്യപരമായിട്ട് മോശപ്പെട്ട ആരോഗ്യം അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ട് ഇടപെടാൻ കഴിയാത്ത കുട്ടികൾ, ഹൈ റിസ്ക് ഓഫ് അൺഹാപ്പി റിലേഷൻസ്. അതുപോലെ തന്നെ അവരുടെ വളർച്ച, ഒരു കുട്ടിയുടെ വളർച്ചാ കാലഘട്ടത്തിൽ ഡിവോഴ്സായ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞിൻ്റെ വളർച്ചാ കാലഘട്ടത്തിൽ അവർക്ക് യാതൊരുവിധ സന്തോഷവും മാനസികമായിട്ടുള്ള ഉല്ലാസവും അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ലഭിച്ചിട്ടുണ്ടാകുകയില്ല. അപ്പോൾ ഇത്തരം കുട്ടികൾ അവർക്ക് ഉണ്ടാകുന്ന റിലേഷൻഷിപ്പിലും മാരേജിലായാലും സുഹൃത്തുക്കളുടെ ഇടയിലായാലും രസകരമല്ലാത്ത അല്ലെങ്കിൽ സുഖകരമല്ലാത്ത ഒരു റിലേഷൻഷിപ്പായിരിക്കും അവർക്കുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ മാത്രമേ അവർക്ക് സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ. ഡിവോഴ്സ് ആൻഡ് പ്രീമച്വർ മോർട്ടാലിറ്റി, ഇവർ പിന്നീട് വിവാഹം കഴിക്കുകയും അത് ഡിവോഴ്സിലേക്കും പ്രീമച്വർ മോർട്ടാലിറ്റി, നേരത്തെ തന്നെ ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ മരണപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ഡീലിംഗ് വിത്ത് ഫാമിലി ഡിസ്റപ്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇത്തരം കുടുംബങ്ങളെ കണ്ടെത്തി കുഞ്ഞുങ്ങളിലുള്ള മാനസിക വളർച്ച അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കത്തക്ക രീതിയിൽ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ അവയർനെസ് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ഫാമിലി റീയൂണിയൻ പോലെയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് കുഞ്ഞുങ്ങളെ ശരിയായ രീതിയിൽ മാനസിക വളർച്ച ഉള്ള കുഞ്ഞുങ്ങളായിട്ട് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഡീലിംഗ് വിത്ത് ഫാമിലി ഡിസ്റപ്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പേരന്റൽ ഡെത്ത് ഈസ് റിലേറ്റഡ് ടു higher symptoms of anxiety and depression, including clinical depression, more social behavior problems and lower academic success. ഡിവോഴ്സ് ആയിട്ടുള്ള പേരൻസിൻ്റെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആങ്സൈറ്റി, ആകാംക്ഷയും അനാവശ്യമായിട്ടുള്ള ആകാംക്ഷ, ഡിപ്രഷൻ, ക്ലിനിക്കൽ ഡിപ്രഷൻ, സോഷ്യൽ ആൻഡ് സ്കൂൾ ബിഹേവിയർ പ്രോബ്ലംസ്, ലോവർ അക്കാഡമിക് സക്സസ്, എല്ലാ തരത്തിലും മാനസികമായി തകർന്നു പോകുന്ന ഇത്തരം കുഞ്ഞുങ്ങൾ അവരുടെ എല്ലാ മേഖലകളിലും പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് എപ്പോഴും ഉണ്ടാകുക. എഫക്റ്റീവ് സ്കൂൾ ബേസ്ഡ് പ്രോഗ്രാംസ് ആൻഡ് ഫ്രം ഫാമിലി കൗൺസിലിംഗ് ഈസ് അഡോപ്റ്റഡ് ഫോർ ഓവർകം ദ ചൈൽഡ്ഹുഡ് പ്രോബ്ലംസ്. കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഡിവോഴ്സുകൾ ഉണ്ടാകുന്ന ഒരു സംസ്ഥാനമാണ്. ഈ ഡിവോഴ്സ് എന്നത് പറയുന്നത് 20-25 വയസ്സിന് താഴെ അല്ലെങ്കിൽ 25 വയസ്സിന് ഇടയിലാണ് ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് സംഭവിക്കുന്നത്. അപ്പോൾ 25 വയസ്സിന് ഇടയിൽ സംഭവിക്കുന്ന ഡിവോഴ്സിൽ അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളുടെ യാതൊരു സംരക്ഷണവും ഇല്ലാതെ വളരേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരാളുടെ സംരക്ഷണതയിൽ വളരേണ്ടുന്ന സാഹചര്യം. അപ്പോൾ മാതാപിതാക്കൾ തന്നെ മാനസികമായി ആരോഗ്യമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾ അതിനേക്കാൾ കൂടുതൽ അത്തരം സാഹചര്യങ്ങളോട് അല്ലെങ്കിൽ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ സ്കൂൾ ബേസ്ഡ് പ്രോഗ്രാം, സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ പഠനവുമായിട്ട്, പ്രത്യേകിച്ചും സ്കൂൾ ബേസ്ഡ് പ്രോഗ്രാമാണ് ഏർലി ചൈൽഡ്ഹുഡിൽ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി നടത്താവുന്ന പ്രോഗ്രാംസ്. അങ്ങനെ അത്തരം പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഫാമിലി കൗൺസിലിംഗ് നടത്തിക്കൊണ്ട് കുട്ടികളെ മാനസിക അവസ്ഥ മെച്ചപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ഇന്റർസെപ്ഷനെയാണ് ഫാമിലി ഡീലിംഗ് വിത്ത് ഫാമിലി ഡിസ്റപ്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ ഇന്റർവീനിങ് അറ്റ് ദ വർക്ക് പ്ലേസ്. വർക്ക് പ്ലേസ് റെപ്രസെൻറ്റ്സ് ടു ടു മേജർ സോഴ്സ് ഓഫ് സ്ട്രെസ്സസ് ദാറ്റ് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു പൂവർ മെൻ്റൽ ഹെൽത്ത്, വർക്ക് സ്ട്രെസ് ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഇനി ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവിടെ അത്തരം പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിനെയാണ് ഇന്റർവീനിങ് അറ്റ് ദ വർക്ക് പ്ലേസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു വ്യക്തിക്ക് അവരുടെ വർക്ക് പ്ലേസിൽ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് 2 തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്ന് വർക്ക് സ്ട്രെസ്, ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരിക. ദെൻ അൺഎംപ്ലോയ്മെൻറ്റ്, വിദ്യാഭ്യാസം നേടിയിട്ടും ജോലി ഇല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ. ഈ 2 സ്ട്രെസ് അല്ലെങ്കിൽ ഈ 2 പ്രോബ്ലംസ് ആണ് വർക്ക് അല്ലെങ്കിൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. സച്ച് സ്ട്രെസ്സസ് ക്യാൻ ഇൻക്രീസ് ദ ഇൻസിഡൻസ് ഓഫ് ഡിപ്രഷൻ, anxiety, burnout, alcohol-related problems, cardiovascular illness and suicidal behavior. ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഡിപ്രഷൻ, ആങ്സൈറ്റി, ബേൺ ഔട്ട്, ആൽക്കഹോൾ റിലേറ്റഡ് പ്രോബ്ലംസ്,
കാർഡിയോവാസ്കുലർ ഇൽനസ് തുടങ്ങി എല്ലാ തരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വരികയും സൂയിസൈഡൽ ബിഹേവിയർ, ആത്മഹത്യാ പ്രവണത ഏറ്റവും കൂടുതലായിട്ട് കാണുകയും ചെയ്യുന്നത് ഇത്തരത്തിൽ വർക്ക് പ്ലേസിൽ സ്ട്രെസ്സും ജോലി ഇല്ലാത്ത അവസ്ഥ, അൺഎംപ്ലോയ്മെൻറ്റും അനുഭവിക്കുന്ന സമൂഹത്തിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളമാണ്. To reduce work stress, interventions may be directed at either increasing the coping capacity of the employee or at reducing stress in work environment. ഇത് കുറയ്ക്കാൻ രണ്ട് മാർഗങ്ങളേ ഉള്ളൂ. ഒന്ന്, ജോലി കൊടുക്കുന്ന ആൾക്കാർ ജോലിക്ക് വെക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ അവരുടെ പരിമിതികൾ ഉൾക്കൊണ്ടുകൊണ്ട് ജോലി ചെയ്യാനായിട്ട് അനുവദിക്കുക. അതുപോലെ തന്നെ സ്ട്രെസ് കുറയ്ക്കത്തക്ക രീതിയിലുള്ള എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ അവർക്ക് ജോലി കൊടുക്കുക, അല്ലെങ്കിൽ ഇത്തരം ആൾക്കാർ അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് കഴിവിനനുസരിച്ചുള്ള ജോലി കണ്ടെത്തുകയും ആ ജോലിയിൽ എൻജോയ് ചെയ്ത് ജോലി ചെയ്യുകയും ചെയ്യുക എന്ന് മാത്രമേ ഇത് ഒഴിവാക്കാൻ വേണ്ടി നടത്താൻ പറ്റുകയുള്ളൂ. സ്ട്രെസ് മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ് ഹാവ് ബീൻ ഫൗണ്ട് ടു ബി എഫക്റ്റീവ് ഇൻ പ്രിവെൻറ്റിംഗ് അഡ്വേഴ്സ് മെൻ്റൽ ഹെൽത്ത് ഔട്ട്കം. അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ്, അതായത് ജോലി സ്ഥലത്ത് ഇത്തരത്തിലുള്ള സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടപ്പിൽ വരുത്തിക്കൊണ്ട് യോഗ പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് കളികൾ പോലെയുള്ള അല്ലെങ്കിൽ ആക്ടിവിറ്റീസ്, സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കളികൾ പോലെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്തുകൊണ്ട് സ്ട്രെസ് കുറയ്ക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നീ മാർഗങ്ങളിലൂടെ മാത്രമേ മാനസികാരോഗ്യം തിരിച്ചു കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ലാസ്റ്റ് ഇയേഴ്സ് ഓഫ് ഹെൽത്തി ലൈഫ് എന്ന ഈ ക്ലാസ്സിൽ, അതുപോലെ തന്നെ പോസിബിൾ ഇൻ്റർവെൻഷൻസ്, ഒരു സമൂഹത്തിൽ ഏത് രീതിയിൽ മാനസിക വളർച്ച ഉണ്ടാകുന്ന അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങളെ തടയാൻ വേണ്ടിയിട്ട് ഒരു സമൂഹത്തിൽ ഏതൊക്കെ തരത്തിൽ ഇടപെടാൻ കഴിയും എന്നുള്ള ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അപ്പം ഇത്തരം ക്ലാസ്സുകൾ ശരിക്കും നമ്മൾ മാനസികമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ ചുറ്റുപാടും അനുഭവിക്കുന്ന മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ ഒക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലൊക്കെ ഇടപെടാൻ തക്ക വിധത്തിലുള്ള അറിവുകൾ കണ്ടെത്തി അല്ലെങ്കിൽ അറിവുകൾ സംഭരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരം വീക്ഷണങ്ങൾ ഉണ്ടാക്കി ഇത്തരം കാര്യങ്ങളിൽ മാനസികാരോഗ്യം അല്ലെങ്കിൽ മാനസികമായിട്ട് ആരോഗ്യത്തോടു കൂടി ഇരിക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക തുടങ്ങിയതാണ് ഇത്തരം പഠനങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ചോദിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. താങ്ക് യു.